രക്ഷിതാക്കളാകുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വിഷയങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. വിദ്യാർത്ഥികളായി വളരുന്ന നമ്മളുടെ മക്കൾ അവർക്കുള്ളതായ വിദ്യാഭ്യാസം നൽകുക എന്നുള്ള ഉത്തരവാദിത്വ ബോധം ഓരോ രക്ഷിതാക്കൾക്കും വളരെ അനിവാര്യമാണ്. കാരണം നമ്മളുടെ മക്കൾ ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്രദമായ മക്കളായി വളർത്താൻ നമ്മളെ കൊണ്ട് കഴിയണം. അതിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ദീനീ ബോധം വിദ്യാർത്ഥികളുടെ മനസ്സിലുണ്ടാവുക എന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക്, നമ്മളുടെ മക്കൾക്ക് മദ്രസ പഠനം അനിവാര്യമാണ്. പരിശുദ്ധമാക്കപ്പെടുന്ന ദീനുൽ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ, ഹറാം എന്താണ്, ഹലാൽ ഏതാണ്, ഫർള് ഏതാണ്, സുന്നത്ത് ഏതാണ്, കറാഹത്ത് ഏതാണ് എന്നുള്ളതായ വ്യക്തമായൊരു അറിവ് ഓരോ മക്കളുടെ മനസ്സിലുണ്ടായിരിക്കണം. അതുമൂലം അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അവരെ കൊണ്ട് കഴിയണം. ഭൂമി ലോകത്ത് വെച്ചുകൊണ്ട് ജീവിക്കുന്ന ജീവിതം ശാശ്വതമല്ല എന്ന് നമ്മൾക്കറിയാം. ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ വിട പറയാനുള്ളവരാണ്. അതുകൊണ്ട് തന്നെ കിട്ടുന്ന സമയങ്ങളിൽ, ആയുസ്സുകളിൽ നമ്മൾക്ക് നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഒരു മുസ്ലിമായ സത്യവിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. പരിശുദ്ധമാക്കപ്പെടുന്ന ഖുർആനിൽ കാണാം, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തിനെ സൂക്ഷിക്കുകയും അതേപോലെ തന്നെ നിങ്ങളുടെ അഹ്ലുകാരുടെ ശരീരത്തിനെ സൂക്ഷിക്കുകയും ചെയ്യണം. എന്തിനെ തൊട്ടാണ് സൂക്ഷിക്കേണ്ടത്? നരകത്തിനെ തൊട്ടാണ് സൂക്ഷിക്കേണ്ടത്. അപ്പൊ ഭൂമി ലോകത്ത് വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നതായ തിന്മയുടെ കാരണങ്ങളെ കൊണ്ടാണ് നരകം ലഭിക്കാൻ കാരണമാകുന്നത്. ആ നരകത്തിലേക്ക് പ്രവേശിക്കാത്ത വിധത്തിൽ സ്വന്തം ശരീരത്തിനെയും അതേപോലെ തന്നെ വീട്ടുകാരാകുന്ന മക്കള്, ഭാര്യയും നമ്മളെ സംരക്ഷിക്കേണ്ടതുണ്ട്, സൂക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ കാരണങ്ങളെ കൊണ്ട് നമ്മളുടെ മക്കൾ വഴിതെറ്റിപ്പോകാൻ പാടില്ല. അതിനൊക്കെ അടിയന്തരമായി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ദീനീ ബോധം നൽകുക എന്നുള്ളത്. പരിശുദ്ധമാക്കപ്പെടുന്ന ദീനുൽ ഇസ്ലാം ശരിയായ രീതിയിൽ പഠനം നടത്തിയ, പഠിച്ചു വളർന്ന ഒരു മക്കൾക്ക് തെറ്റായ രീതിയിൽ ജീവിക്കാൻ അസാധ്യമാണ്. ഈ കാലഘട്ടത്തിൽ വളരെയേറെ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. വഴിതെറ്റിപ്പോകുന്നതായ വിദ്യാർത്ഥികളുടെ നിരന്തരമായ വാർത്തകളാണ് നമ്മൾക്ക് കേൾക്കാൻ കഴിയുന്നത്. മയക്കുമരുന്നിലേക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ പ്രണയത്തിൽ പെട്ടുകൊണ്ട് മറ്റു മതങ്ങളിലേക്ക് മാറിപ്പോവുകയും അങ്ങനെ വീട് വിട്ട് സ്വന്തം ഉമ്മയും വാപ്പയും ഒഴിവാക്കിക്കൊണ്ട് മറ്റുള്ളവരിലേക്ക് ഓടിപ്പോകുന്നതായ ഒരു സാഹചര്യത്തിൽ നമ്മൾ ദീനീ ബോധം നൽകുക എന്നുള്ളത് അനിവാര്യമാണ്. ആ മക്കളുടെ മനസ്സിലേക്ക് നമ്മൾക്കുള്ളതായ ഒരു സ്നേഹം അവരിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്കണം. കുട്ടികൾ വളരുന്നതിനോടൊപ്പം നമ്മൾ അവരോട് അടുപ്പം കൂടുതലായിരിക്കണം. കുട്ടികൾ വലുതായല്ലോ, പ്രായപൂർത്തിയായല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അവരവരുടെ വഴിയിലേക്ക് നമ്മൾ വിടാൻ പാടില്ല. കല്യാണം കഴിയുന്നതുവരെ മാതാപിതാക്കൾക്കാണ് ആ കുട്ടികളുടെ ഉത്തരവാദിത്വമുള്ളത്.